നമ്മളിന്ന് നോക്കാൻ പോകുന്നത് യേശുവിന്റെ ജീവിതത്തിലെ ആ അവസാനത്തെ നിർണായകമായ 24 മണിക്കൂറുകളെക്കുറിച്ചാണ്. വേദഗ്രന്ഥങ്ങളിൽ പറയുന്നതനുസരിച്ച് ഓരോ മണിക്കൂറും എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് അടുത്ത് പരിശോധിക്കാം. ഓർക്കണം, ഈ മുഴുവൻ സംഭവങ്ങളും നടക്കുന്നത് ഒരൊറ്റ ദിവസത്തിനുള്ളിലാണ്. അതായത് ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയോടെ അർദ്ധരാത്രിയിൽ തുടങ്ങി 24 മണിക്കൂറിന് ശേഷം അതേ അർദ്ധരാത്രിയിൽ റോമൻ കാവലുള്ള ഒരു കല്ലറയിൽ അവസാനിക്കുന്ന ഒരു നാടകീയമായ ദിവസം. അപ്പോൾ ഈ 24 മണിക്കൂറിനെ നമ്മൾ 6 പ്രധാന ഭാഗങ്ങളായിട്ടാണ് നോക്കുന്നത്. ആദ്യം തോട്ടത്തിലെ അറസ്റ്റ്, പിന്നെ രാത്രിയിൽ നടന്ന വിചാരണകൾ, റോമൻ അധികാരത്തിനു മുന്നിലെ വിധി, തുടർന്ന് കുരിശും കൊണ്ടുള്ള യാത്ര, ക്രൂശീകരണത്തിന്റെ ആ മണിക്കൂറുകൾ, അവസാനം മരണവും സംസ്കാരവും, ആ കല്ലറയിലെ മുദ്രയും വരെ. അപ്പ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ കഥ തുടങ്ങുന്നത് ഒലീവ് മലയിലെ ഗെത്സമൻ തോട്ടത്തിൽ നിന്നാണ്. സമയം അർദ്ധരാത്രി കഴിഞ്ഞിട്ടേയുള്ളൂ. പുറമെ ശാന്തമാണെങ്കിലും വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചനകൾ അവിടെയുണ്ടായിരുന്നു. അവിടെ യേശു കടുത്ത മാനസിക വേദനയിലായിരുന്നു. വിയർപ്പ് രക്തത്തുള്ളികളായി മാറുന്ന ഹെമാറ്റിഡ്രോസിസ് എന്ന അവസ്ഥ വരെ അനുഭവിച്ചുവെന്നാണ് പറയുന്നത്. അപ്പോഴാണ് യൂദാസ് ഒരു കൂട്ടം പടയാളികളുമായി വരുന്നത്. ഒരു ചുംബനം കൊണ്ടാണ് യേശുവിനെ ഒറ്റുകൊടുക്കുന്നത്. ഇത് കണ്ട പത്രോസ് ഉടനെ വാളെടുത്ത് ഒരു പടയാളിയുടെ കാത് വെട്ടുന്നുണ്ട്. പക്ഷേ യേശു ആ കാത് സുഖപ്പെടുത്തിയിട്ട് ശാന്തനായി കീഴടങ്ങുകയാണ്. ആ ഒരു ബഹളത്തിനിടയിൽ ബാക്കി എല്ലാ ശിഷ്യന്മാരും പേടിച്ച് ഓടി രക്ഷപ്പെട്ടു. അറസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്തതെന്താ? നേരെ പോകുന്നത് വിചാരണകളിലേക്കാണ്. അതും വെളിച്ചത്തല്ല, നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് രാത്രിയുടെ മറവിൽ നടത്തിയ കുറേ വിചാരണകളിലേക്ക്. യഥാർത്ഥത്തിൽ ഇതൊരു 2 സ്റ്റേജ് വിചാരണയായിരുന്നു. ആദ്യം അന്നത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമെന്ന് പറയാവുന്ന മഹാപുരോഹിതന്റെ അമ്മായപ്പനായ ഹന്നാന്റെ മുന്നിൽ. അതൊരു അനൗദ്യോഗിക ചോദ്യം ചെയ്യലായിരുന്നു. പക്ഷെ അവിടെ ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റിയില്ല. അതോടെ ഔദ്യോഗിക മഹാപുരോഹിതനായ കയ്യഫാവിന്റെയും യഹൂദന്മാരുടെ പരമോന്നത കോടതിയായ സൻഹെദ്രിന്റെയും മുന്നിലേക്ക് യേശുവിനെ കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ദൈവനിന്ദാ കുറ്റം ചുമത്തി വധശിക്ഷ വിധിക്കുന്നത്. ഈ വിചാരണ നടക്കുന്ന സമയത്ത് തന്നെ അതിനു പുറത്ത് മുറ്റത്ത് മറ്റൊരു നാടകം അരങ്ങേറുന്നുണ്ടായിരുന്നു. പത്രോസ്, യേശുവിന്റെ പ്രധാന ശിഷ്യൻ, 3 തവണ യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കോഴി കൂവിയ നിമിഷം യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കിയെന്ന്. ആ ഒരൊറ്റ നോട്ടത്തിൽ പത്രോസ് തകർന്നുപോയി. അപ്പോ യഹൂദക്കോടതി വധശിക്ഷ വിധിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ ശിക്ഷ നടപ്പാക്കാനുള്ള അധികാരം അവർക്കില്ല. അത് റോമൻ ഗവർണർക്ക് മാത്രമേയുള്ളൂ. അതുകൊണ്ട് പുലർച്ചെ 5 മണിയോടെ കേസ് റോമൻ അധികാര കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. ഇതൊരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് പോലെയാണ് തോന്നുക. നോക്കൂ, ആദ്യം ഹന്നാൻ, പിന്നെ കയ്യാഫാവ്, അവിടുന്ന് റോമൻ ഗവർണറായ പീലാത്തോസിന്റെ അടുത്തേക്ക്. യേശു ഗലീലക്കാരനാണെന്നു കേട്ടപ്പോൾ പീലാത്തോസ് കേസ് ഗലീലയിലെ ഭരണാധികാരിയായ ഹെരോദാവിന്റെ അടുത്തേക്ക് വിട്ടു. പക്ഷേ അവസാനം വിധി പറയാനായി കേസ് വീണ്ടും പീലാത്തോസിന്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തി. ഇവിടെയാണ് ഏറ്റവും വലിയൊരു നിയമപരമായ തന്ത്രം നടക്കുന്നത്. യഹൂദ കോടതിയുടെ മുന്നിൽ കുറ്റം ദൈവനിന്ദ എന്നായിരുന്നു. പക്ഷേ റോമൻ ഗവർണർക്ക് ആ കുറ്റത്തിൽ വലിയ താൽപ്പര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പീലാത്തോസിന്റെ മുന്നിലെത്തിയപ്പോൾ അവർ കുറ്റം മാറ്റി. എന്താക്കി? രാജ്യദ്രോഹം. അതായത് സീസറിനെതിരെ സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്നു എന്ന രാഷ്ട്രീയ കുറ്റം. എന്നാലേ റോമൻ നിയമപ്രകാരം വധശിക്ഷ കിട്ടുകയുള്ളൂ. യേശുവിൽ ഒരു തെറ്റും കാണാഞ്ഞ പീലാത്തോസ് ഒരു ശ്രമം നടത്തി നോക്കി. പെസഹ പെരുന്നാളിന് ഒരു തടവുകാരനെ വിട്ടയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുവെച്ച് യേശുവിനെ രക്ഷപ്പെടുത്താൻ നോക്കി. പക്ഷേ പുരോഹിതന്മാർ ജനക്കൂട്ടത്തെ ഇളക്കിവിട്ടു. അവർ കൊലപാതകിയും കലാപകാരിയുമായ ബറബാസിനെ വിട്ടുതരാനും യേശുവിനെ ക്രൂശിക്കാനും ഉറക്കെ ആവശ്യപ്പെട്ടു. വിധി വന്നു. ഇനി ആ യാത്രയാണ്. കുറ്റവാളിയെ പരസ്യമായി അപമാനിച്ച് വധസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന റോമൻ രീതി. ജെറുസലേമിലെ തിരുവുകളിലൂടെയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ യാത്ര, കുരിശിന്റെ വഴി. അതിക്രൂരമായ ചാട്ടവാറടിയേറ്റതുകൊണ്ട് യേശു തീർത്തും അവശനായിരുന്നു. കുരിശിന്റെ ഭാരമുള്ള ഭാഗം ചുമന്നുകൊണ്ട് നീങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ സമയത്താണ് കുറേനാക്കാരനായ ശിമയോൻ എന്നൊരാളെ പടയാളികൾ നിർബന്ധിച്ച് കുരിശു ചുമപ്പിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ യേശുവിന്റെ ശാരീരികാവസ്ഥ എത്രത്തോളം മോശമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. അവസാനം അവർ ഗൊൽഗോഥ എന്ന കുന്നിൻ മുകളിലെത്തി. ഇനിയുള്ള 6 മണിക്കൂറുകൾ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ മണിക്കൂറുകളാണെന്ന് പറയാം. രാവിലെ 9 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ യേശു കുരിശിൽ കിടന്ന ആ സമയം. രാവിലെ കൃത്യം 9 മണിക്ക് ക്രൂശീകരണം തുടങ്ങി. പീലാത്തോസിന്റെ ഉത്തരവ് പ്രകാരം ഒരു ബോർഡ് കുരിശിനു മുകളിൽ സ്ഥാപിച്ചു. അതിൽ 3 ഭാഷകളിൽ, ഹീബ്രു, ലാറ്റിൻ, ഗ്രീക്ക്, ഇങ്ങനെ എഴുതിയിരുന്നു: നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അതായത് അന്ന് ജെറുസലേമിലുണ്ടായിരുന്ന എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന രീതിയിൽ. അസഹനീയമായ വേദനയിലും കുരിശിൽ നിന്ന് യേശു പറഞ്ഞ ആദ്യത്തെ വാക്കുകൾ ഒരു പ്രാർത്ഥനയായിരുന്നു. അത്ഭുതമെന്താണെന്ന് വെച്ചാൽ
ആ പ്രാർത്ഥന തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടിയായിരുന്നു. യേശുവിന്റെ ഇരുവശത്തുമായി മറ്റ് 2 കുറ്റവാളികളെയും ക്രൂശിച്ചിരുന്നു. അവരിൽ ഒരാൾ യേശുവിനെ പരിഹസിച്ചപ്പോൾ മറ്റേയാൾ തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് യേശുവിനോട് കരുണ ചോദിച്ചു. ആ നിമിഷം യേശു അയാൾക്ക് ഉറപ്പു നൽകി, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ ഒരു അസാധാരണ സംഭവം നടന്നു. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെ ആ പ്രദേശം മുഴുവൻ ഒരു ഇരുട്ടു പരന്നു. ഇതൊരു സാധാരണ സൂര്യഗ്രഹണമായിരുന്നില്ല. കാരണം പെസഹ എപ്പോഴും പൂർണ്ണചന്ദ്രനുള്ള ദിവസമാണ്. അന്നു സൂര്യഗ്രഹണം ശാസ്ത്രീയമായി അസാധ്യമാണ്. ഇതൊരു ദൈവിക അടയാളമായാണ് പലരും കാണുന്നത്. അങ്ങനെ ആ 3 മണിയാവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ വിവരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കെത്തുന്നു: യേശുവിന്റെ മരണവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും. യോഹന്നാൻ രേഖപ്പെടുത്തിയ യേശുവിന്റെ അവസാനത്തെ വാക്ക് ഗ്രീക്കിലുള്ള ഒരൊറ്റ പദമായിരുന്നു, തെറ്റേലസ്റ്റായി. ഇതിന് വളരെ ശക്തമായ 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, എല്ലാം പൂർത്തിയായി, അല്ലെങ്കിൽ ദൗത്യം നിറവേറ്റി. രണ്ടാമത്തെ അർത്ഥം പഴയകാല കച്ചവടരേഖകളിൽ ഉപയോഗിച്ചിരുന്ന ഒന്നാണ്, അതായത് കടം മുഴുവനായും വീട്ടിക്കഴിഞ്ഞു. യേശു മരിച്ച ആ നിമിഷം തന്നെ പ്രകൃതിയിൽ ചില അസാധാരണ കാര്യങ്ങൾ സംഭവിച്ചു. ജെറുസലം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തെ മറച്ചിരുന്ന വലിയ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് 2ആയി കീറിപ്പോയി. ഒരു ഭൂകമ്പമുണ്ടായി. ഇതെല്ലാം നേരിട്ട് കണ്ട ആ വധശിക്ഷയ്ക്ക് നേതൃത്വം കൊടുത്ത റോമൻ ശതാധിപൻ പോലും അറിയാതെ പറഞ്ഞുപോയി, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഇനി സംസ്കാരത്തിന്റെ കാര്യത്തിലേക്ക് വരാം. യേശുവിന്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്ന നിക്കോദേമോസ് സംസ്കാരത്തിനായി 100 റാത്തൽ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നു. 100 റാത്തൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 45 കിലോ വരും. സാധാരണ ഒരാളെ അടക്കാൻ ഇത്രയും വലിയ അളവിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാറില്ല. ഇതൊരു രാജകീയമായ സംസ്കാരത്തിനു വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. അരിമത്യക്കാരനായ യോസേഫ് എന്ന ധനികനായ ഒരു ശിഷ്യൻ ധൈര്യമായി പീലാത്തോസിനോട് ശരീരം ചോദിച്ചു വാങ്ങി. എന്നിട്ട് ആരെയും അടക്കിയിട്ടില്ലാത്ത തന്റെ സ്വന്തം പുതിയ കല്ലറയിൽ ശരീരമടക്കം ചെയ്തു. ശബ്ബത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം വളരെ വേഗത്തിലാണ് ചെയ്തത്. അവസാനം കല്ലറയുടെ വാതിൽ ഒരു വലിയ കല്ലുകൊണ്ട് അടച്ചു. പോരാത്തതിന് റോമൻ അധികാരികൾ അതൊരു ഔദ്യോഗിക മുദ്ര വെച്ച് പൂട്ടുകയും കാവലിനായി പടയാളികളെ നിർത്തുകയും ചെയ്തു. അപ്പോ എല്ലാം കഴിഞ്ഞുവല്ലേ? കല്ലറ പൂട്ടി, മുദ്രയും വെച്ചു, കാവലും നിർത്തി. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവസാനിച്ചു, കഥ തീർന്നു എന്നെല്ലാവരും കരുതി. പക്ഷേ ഈ കഥയുടെ അവസാനം അതായിരുന്നില്ല. ചോദ്യമിതാണ്, ആ കാവൽക്കാർ സാക്ഷ്യം വഹിച്ച ആ 3-ാം ദിവസം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്?